പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള ഉജ്ജ്വലമായ പ്രവർത്തനവും ജനകീയ വിഷയങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമാണ് സതീശന് കേരളത്തിന്റെ നായകസ്ഥാനത്തേക്ക് വഴി തുറന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പ്രവർത്തന മികവിന് മുൻഗണന നൽകിയ ഹൈക്കമാൻഡ് തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായും MLA-മാരുമായും KPCC നേതൃത്വവുമായി നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് സമവായത്തിലൂടെ സതീശന്റെ പേര് അംഗീകരിക്കപ്പെട്ടത്. തലമുറ മാറ്റം എന്ന മുറവിളിക്ക് പാർട്ടി നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. എറണാകുളത്തെ സാധാരണ കുടുംബത്തിൽ നിന്ന് KSU പ്രസ്ഥാനത്തിലൂടെ വളർന്ന് നിയമസഭയിലെ ഗരവേഗമുള്ള നാവായി മാറിയ രാഷ്ട്രീയ യാത്രയാണ് സതീശന്റേത്. നിയമസഭയിൽ ഭരണപക്ഷത്തെ വസ്തുതകൾ നിരത്തി പ്രതിരോധത്തിലാക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ വൈഭവം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചവതരിപ്പിക്കുന്ന സതീശന്റെ ശൈലി ഭരണത്തിലും പ്രതിഫലിക്കുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ UDF ഘടകകക്ഷികൾ സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ചു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി സതീശൻ പുലർത്തുന്ന അടുത്ത ബന്ധം മുന്നണിയുടെ കെട്ടുറപ്പ് വർദ്ധിപ്പിക്കും. സർക്കാരിനെതിരെ ജനവികാരം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ വിജയം നേടിക്കൊടുക്കാനും സതീശന്റെ നേതൃത്വം ഗുണകരമാകുമെന്ന് ഘടകകക്ഷികൾ വിശ്വസിക്കുന്നു. ഖജനാവ് കാലിയായ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായൊരു സംസ്ഥാനത്തിന്റെ ചുമതലയേൽക്കുമ്പോൾ വെല്ലുവിളികളേറെയാണ്. കുടിശ്ശികയായ ക്ഷേമ പെൻഷനുകൾ, കാർഷിക പ്രതിസന്ധി, വിലക്കയറ്റം തുടങ്ങിയവയാണ് സതീശൻ നേരിടേണ്ടി വരുന്ന പ്രധാന അഗ്നിപരീക്ഷകൾ. എന്നാൽ സാമ്പത്തിക വിഷയങ്ങളിൽ സതീശനുള്ള അഗാധമായ ജ്ഞാനം ഈ പ്രതിസന്ധികൾ മറികടക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണയന്ത്രത്തെ ചലിപ്പിക്കുക എന്നതിനൊപ്പം പോലീസിലെയും സിവിൽ സർവീസിലെയും രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുക എന്നതും പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അഴിമതിയില്ലാത്ത ഭരണവും നീതിപൂർവമായ നടപടിയും എന്ന തന്റെ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ സതീശൻ ഉടൻ തന്നെ ഭരണത്തിൽ അഴിച്ചുപണികൾ നടത്താൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൊഫഷണൽ സംഘത്തെ തന്നെ അദ്ദേഹം നിയമിക്കുമെന്നാണ് വിവരം. മന്ത്രിസഭാ രൂപീകരണമാണ് സതീശന് മുന്നിലുള്ള അടുത്ത വലിയ കടമ്പ. പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തിയും യുവത്വത്തിന് പ്രാധാന്യം നൽകിയും മന്ത്രിസഭ രൂപീകരിക്കാനാണ് അദ്ദേഹത്തിന് താൽപര്യം. എന്നാൽ മുതിർന്ന നേതാക്കളെയും ഗ്രൂപ്പ് താൽപര്യങ്ങളെയും പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ലെന്നിരിക്കെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമതുലിതമായ മന്ത്രിസഭയ്ക്കായിരിക്കും അദ്ദേഹം ശ്രമിക്കുക.